ഹലോ, വാഴ 1ഉം 2ഉം വിജയിച്ച് ഇപ്പോൾ വാഴ 3 വരാൻ പോകുമ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും കോലാഹലങ്ങളും ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഒരുപാട് സജഷൻസും ഒരുപാട് പോസ്റ്റേഴ്സും കഥകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റായിട്ട് തോന്നിയത് ഒരു വാഴക്കൂമ്പിൻ്റെ ചിത്രം കാണിച്ചിട്ട് അതെനിക്ക് വളരെ രസകരമായി തോന്നി. പൊട്ടി വിടരാൻ പോകുന്ന ഒരു വാഴക്കൂമ്പ് പോലെ വാഴ 3യുടെ പോസ്റ്ററായിട്ട് അത് വളരെ രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇങ്ങനെ ആരൊക്കെ അഭിനയിക്കണം, ആരൊക്കെ അഭിനയിച്ചാലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പോസ്റ്ററുകളും കണ്ടായിരുന്നു. റിയ ഷിബു, അനിഷ്മ അനിൽകുമാറും ഉൾപ്പെടുന്ന ഗ്യാങ്ങും, പിന്നെ കൃഷ്ണകുമാർ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്യാങ്, അതുപോലെ തന്നെ ആദില, നൂറ, അനുമോള്, അങ്ങനെയുള്ള കുറേ ഗ്യാങ്ങുകൾ, അങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സും നമ്മൾ അതിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ അതിൻ്റെ കഥകളെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഉണ്ട്. മിക്കവരും പരാതിപ്പെടുന്നത് അമ്മയിൽ നിന്നും ആങ്ങളമാരിൽ നിന്നും അച്ഛനിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന റെസ്ട്രിക്ഷൻസിനെ പറ്റിയിട്ടും ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ, അതേപോലെ ആമ്പിള്ളേരെ പോലെ കൂട്ടുകൂടി നടക്കാനോ കുളത്തിൽ കുളിക്കാനോ അല്ലെങ്കിൽ ബൈക്ക് റൈഡ് നടത്താനോ അങ്ങനെയൊക്കെ പറ്റാത്തതിനെ പറ്റി, പിന്നെ ഗ്യാങ് കൂടി ഐസ്ക്രീം, കുറച്ച് 90s തൊട്ടുള്ള കഥകളുണ്ടെന്നാണ് ബിപിൻ ദാസ് പറയുന്നത്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോകാനും അങ്ങനെ ഇപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരാതികളായിട്ടും കുറേ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പെൺകുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളുമായിട്ട് വന്നിട്ട് വമ്പൻ വിജയം നേടിയ സിനിമകളെ കുറിച്ചാണ്. അതിൽ സൂപ്പർ ശരണ്യ, മമിത ബൈജുവും അനുശ്വരാജനും തകർത്താടിയ സിനിമയാണ്. ഹോസ്റ്റലിലുള്ള രസങ്ങളും അവരുടെ ബോൾഡായിട്ടുള്ള പെരുമാറ്റങ്ങളും അവരുടേതായ രസങ്ങളും ഒക്കെ വളരെയധികം രസകരമായിട്ട് തന്നെ കാണിച്ചൊരു സിനിമയാണ് സൂപ്പർ ശരണ്യ. അതുപോലെ പ്രണയവർണ്ണങ്ങൾ, ദിവ്യ ഉണ്ണിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണെന്ന് പറയാം പ്രണയവർണ്ണങ്ങൾ. അത്രയും സ്മാർട്ടായിട്ടാണ് ദിവ്യ ഉണ്ണി അതിൽ ചെയ്തിരുന്നത്. പിന്നെ അതിലൊരു ഒതുക്കമുള്ള ക്യാരക്ടറായിട്ട് മഞ്ജു വാര്യരുണ്ടായിരുന്നു. ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുപോലെ തന്നെ എൻ്റെ സൂര്യപുത്രിക്ക് അമല ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ട് അടിച്ചു പൊളിക്കുന്ന സിനിമയാണ് എൻ്റെ സൂര്യപുത്രിക്ക്. അമലയും വളരെ ഭംഗിയായിട്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ നമ്മുടെ ഓം ശാന്തി ഓശാന, നസ്രിയൻ കൂട്ടുകാരികളും വളരെ രസകരമായിട്ട് അവരുടെ ഓരോ തമാശകളും ക്ലാസ്സിലുള്ള ഇതുകളും ഇതിലെല്ലാത്തിലും ഓരോ നായകന്മാരുണ്ടെങ്കിൽ കൂടി ഈ പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും വളരെ രസകരമായിട്ട് ചെയ്ത സിനിമകളാണ് ഇതൊക്കെ. അതുപോലെ ദർശന രാജേന്ദ്രൻ ബോൾഡായിട്ടുള്ള ഒരു വേഷം ചെയ്ത ജയ ഹേ, മഞ്ജു വാര്യർ നല്ല പിന്നെ കാര്യക്ഷമമായ ഒരു വീട്ടമ്മയായിട്ട് ചെയ്ത ഹൗ ഓൾഡ് ആർ യു, ഈ സിനിമകളും നല്ല സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ട് വിജയം നേടിയ സിനിമകളാണ്. നടീനടന്മാരുടെ അഭിനയം മാത്രമല്ല സ്ക്രിപ്റ്റും മറ്റ് സാങ്കേതിക വശങ്ങളും എല്ലാം ഭംഗിയായി വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അപ്പോൾ വാഴ 3യും ബിപിൻ ദാസാണ്, ഇത്രയും നല്ല സിനിമകൾ ചെയ്ത ആളാണ്. അപ്പോൾ വാഴ 3 അതുപോലെ വിജയമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.